അപ്പോൾ നമ്മുടെ രാജുവേട്ടൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള വിലായത്ത് ബുദ്ധയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. ടീസർ ഒരു കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞതിന് മുന്നിൽ ടീസർ വന്നിട്ടുണ്ടായിരുന്നു, ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക. അത് പറയാൻ പറഞ്ഞു ഇടയ്ക്കത്തിലൂടെ അല്ലേ, ഇടയ്ക്കൂടെ ഒരു പരിപാടി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ. ഹൈപ്പ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. കമൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പോയിന്റ് കിട്ടും. അപ്പോൾ നമുക്കൊരു ഹൈപ്പ് വരും. അതാണ് പരിപാടി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വിലായത്ത് ബുദ്ധ ട്രെയിലർ റിയാക്ഷൻ. അപ്പോൾ അതിന് ട്രെയിലർ വന്നിട്ടുണ്ട്. നമ്മുടെ രാജുവേട്ടൻ, ഷമ്മി തിലകൻ. ഇത് ആക്ച്വലി ഇന്ദുഗോപൻ എഴുതിയിരിക്കുന്ന വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞൊരു ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു പടമാണ്. ഞാൻ ആ ബുക്ക് വായിച്ചിട്ടുണ്ട്. പക്ഷെ ബുക്കിൽ ഇത്രയും ഒരു ആക്ഷൻ പാക്ട് സംഭവമല്ല. ബുക്ക് കുറച്ചുകൂടെ ഈ രണ്ടുപേരുടെ ഈഗോ ക്ലാഷാണ് ആ ബുക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ടീസറിൽ ആക്ച്വലി പൃഥ്വിരാജിന്റെ റോൾ മാത്രമേ ഒരു ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. മറ്റേ അതെ, ടീസർ കാണുമ്പോൾ നമുക്ക് കുറച്ച് ഒരു ആക്ഷൻ എലമെന്റ് കുറച്ച് കൂടുതലുള്ള പോലെ തോന്നുമല്ലോ. അപ്പം എന്താണ് പരിപാടി എന്ന് നോക്കാം. അത് ഞാനൊന്നും ആലോചിച്ചു അതെങ്ങനെ, കാരണം ഇവർ ആക്ഷൻ സീക്വൻസ് ഷൂട്ട് ചെയ്ത് ഇടയ്ക്കെന്നാണ് പൃഥ്വിരാജിന് ഇടയ്ക്ക് എന്തോ അപകടം ഷൂട്ടൊക്കെ. അപ്പോൾ ഞാനും ആലോചിച്ചു കഥയിൽ അത്രയും വലിയൊരു ആക്ഷൻ എലമെന്റ്, കാരണം കഥയിൽ ഈ പറഞ്ഞ ഡബിൾ മോഹൻ്റെ ബാക്ക് സ്റ്റോറിയിൽ ഈ സംഭവങ്ങൾ ഉണ്ടാവും എന്നുള്ള സംഭവമായിരിക്കും. അപ്പോൾ നമുക്ക് ഏതായാലും അതിൻ്റെ ട്രെയിലർ കണ്ടു നോക്കാം. കഴിഞ്ഞ 55 വർഷമായി താമസക്കാരനായ ഞാൻ 7-5-24, 8-5-24 എന്നീ ദിവസങ്ങളിൽ കൊടൈക്കനാലിൽ പോയി തിരിച്ചു വരുമ്പോൾ എന്റെ വീടിന് പുറകിൽ നിന്ന് ഏകദേശം 14 ഇഞ്ചോളം ചുറ്റുവണ്ണമുള്ള ചന്ദനമരം മോഷണം പോയതായി കാണപ്പെട്ടു. ഫോറസ്റ്റ് ആരസ്റ്റിക്കട്ടായല്ലേ നാളെ ഇതിനെ എഴുതിയാണല്ലോ എന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് ചുമ്മാ ഒരു വരാതെയും കൊടുത്തു. അത് നോക്കി വെക്കാൻ ആർക്കും അവരുടെ തൊഴിലായി അങ്ങനെ മോഷണം. രാജുവേട്ടനെ കുറച്ച് ഞാനടിച്ചിട്ടുണ്ട്. ചിന്ന വീരപ്പൻ നല്ല ഡയനല്ല. ഗർഭിണികളെ കയറ്റി കോഴിച്ചോറ് ചാച്ചെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പൊട്ടിച്ച് കുറെ കിടത്തിയതല്ലേ. യശോധാവല്യം എന്നൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ. ശുഭ്രനിറത്തിൽ വിലസി നിൽക്കുന്ന എന്നർത്ഥം. അതിന്റെ തള്ളിൽ നിന്നാൽ മതി കറ പുരണ്ടവരും ഞാൻ നിലവിൽ ഉറപ്പിച്ച തല കൊണ്ടിട്ടാണ് തല ഒന്നുകൂടെ വിളയണം. അടുത്ത വന്ന് നെഞ്ചണം മുകേഷ് ഏട്ടൻ ഡയലോഗ് ആണല്ലോ. ജേക്സ് ബിജോയ്, ജയൻ നമ്പ്യാർ, ആനയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയാ വിലായത്തല്ലേ. വിലായത്ത് ബുദ്ധ എന്ന് പറയുന്നത് അതിന് പറയുന്നത് ചന്ദനമരത്തിന് പറയുന്ന പേരാ. അടുത്ത വെള്ളിയാഴ്ച ടൂ മച്ച് പരിപാടിയാണല്ലോ അല്ലേ. ഒരു ലോഡ് പടം ഉണ്ടല്ലോ അടുത്ത ആഴ്ച. എല്ലാ വീഡിയോസും 22-ാം തീയതി വരുന്നതായിരിക്കും. അതെ, കറക്റ്റായിട്ട് 22-ാം തീയതി വരുന്നുണ്ട് അല്ലേ. ചില ട്രെയിലറൊക്കെ റിയാക്ട് ചെയ്തിട്ട് നമ്മൾ റിലീസ് ചെയ്യുന്നതിന് മറന്നുപോയിട്ടെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും റിലീസായി പടം റിലീസാവും. അങ്ങനെ നമ്മൾ ഇടാതെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു രസമുണ്ടാവും തോന്നുന്നു. വലിയ അനക്കമില്ല അല്ലേ ഈ പരിപാടി. ഇങ്ങനെ പടം വരുന്നതിനെ പറ്റി ഒരു ഭയങ്കര വലിയ ബഹളങ്ങളൊന്നും പ്രൊമോഷൻ അങ്ങനെ ഒരു സംഭവമില്ല. ഇതുണ്ട് ഇങ്ങനെ ട്രെയിലർ ഇപ്പോൾ ഇറങ്ങുന്നു, അടുത്ത ആഴ്ച പടം റിലീസ് ആവുന്നു. ഇപ്പം എല്ലാം അങ്ങനെ ഒരു വൺ വീക്ക് മുമ്പ് ട്രെയിലർ ഇറക്കിയിട്ടല്ലേ അത്ര നടക്കുന്നത്. 1 വീക്ക്. പക്ഷെ ഇത് എനിക്കൊന്ന് 1.5 ആഴ്ച മുമ്പ് ടീസർ ഇറങ്ങിയെന്ന് തോന്നുന്നു. ഇങ്ങനെ പടപടയെ നടക്കും. ടീസർ അത് കഴിഞ്ഞൊരു പാട്ട് വന്നു. ഇനിയിപ്പോ പ്രൊമോഷനൊക്കെ തുടങ്ങുമായിരിക്കും. ഹൈദരാബാദിൽ തിരിച്ചു വന്ന ഉടനെ ഇപ്പം ഗ്ലോബ് പ്ലോട്ടറിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന ഉടനെ ഇതിന്റെ ബാക്കി പ്രൊമോഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. എക്കോ ഉണ്ടല്ലോ, എക്കോ വിലായത്ത് ബുദ്ധ 2 പടം ഉണ്ട്. 21 ഇനിയുണ്ട് പടം അല്ലേ. എന്തൊക്കെയോ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഷമ്മി തിലകനാണല്ലേ ഓപ്പോസിറ്റ് വരുന്നത്. ഷമ്മിതിലകനും ഈ ഡബിൾ മോഹന്റെ ക്യാരക്ടറും തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് ആണ്. നമ്മുടെ അയ്യപ്പനും കോശി ഇത് മറ്റേ കോടതി വ്യവഹാരമാണോ?
കോർട്ട് പരിപാടികളാണോ അതോ അല്ലല്ല അല്ലല്ലേ? അതായത് അല്ല, ചാർജ് ഷീറ്റ് ഒക്കെ എഴുതുന്ന പോലെ FIR എഴുതുന്ന പോലെയൊക്കെയുള്ള അത് വീട്ടുവളപ്പിലെ ഒരു ചന്ദനം, അത് മറ്റേ ഈ തുടക്കത്തിൽ എവിടെയെങ്കിലും ഈ ക്യാരക്ടറിനെ പറ്റി പറയുന്ന സംഭവമായിരിക്കണം. ഈ ഡബിൾ മോഹനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം ആയിരിക്കണം തോന്നുന്നു. അല്ല, അത് ഇതിനകത്ത് പറഞ്ഞായിരുന്നല്ലോ, ഡബിൾ മോഹൻ ചന്ദനമരങ്ങൾ ഡബിൾ മോഹൻ ഉള്ളതാണോ അങ്ങനത്തെ പറയുന്നുണ്ട്. അത് കാരണം പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കണ്ണു വെച്ച് കഴിഞ്ഞാൽ ചന്ദനമരം പുള്ളി എടുത്തോണ്ട് പോകും. പുള്ളി എടുക്കും. പുള്ളി മറയൂരെ പുഷ്പയാണ്. മറയൂരെ പുഷ്പയാണ്. ഈ ഇനിയിപ്പോ പറഞ്ഞ കഥ പറയും. അപ്പൊ അതുകൊണ്ട് മറയൂർ പുഷ്പ എന്നാണ് പടത്തി അല്ലേ? ഈ ടീസറിനകത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ അവിടെ പുഷ്പയാണോ ചോദിക്കുന്ന ഡയലോഗ് ടീസറിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ കഴിഞ്ഞ ഇന്നലത്തെ മറ്റേ ഇതിനകത്ത് പുള്ളി പറയുന്നുണ്ട്, ഏതാ ട്രെയിലർ ലോഞ്ചിന് ടൈമിൽ പുള്ളി പറയുന്നുണ്ട്, മറ്റേ ഇത് പുഷ്പ, നമ്മൾ ഈ പടത്തിന്റെ ഐഡിയ ആലോചിക്കുന്ന സമയത്ത് പുഷ്പ 1 ഇല്ല, പുഷ്പ 2 ഇല്ല, ഇങ്ങനൊരു പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നുള്ള വിവരം മാത്രമേ അറിയത്തുള്ളൂ. ഈ പടം ഇങ്ങനത്തെ ഇതിന്റെ ചർച്ചയിൽ കുറെ നാളായിട്ട് ഇത് കേൾക്കുന്നുണ്ട്. ഇത് ഇനിഷ്യലി നമ്മുടെ സച്ചി എഴുതാനിരുന്ന പടം കണ്ട അത് എനിക്ക് തോന്നുന്നു ഇതിന് ഇൻസ്പിറേഷൻ ആയിട്ട് ചിലപ്പം അത് മാറ്റി എഴുതിയതല്ലായിരിക്കും അയ്യപ്പനും കോശി, അതറിയത്തില്ല. പക്ഷെ എല്ലാം വലിയ പേരുകളാണ്. ജെയ്സ് ബിജോയ് ഉണ്ട്, GR ഇന്ദുഗോപനുണ്ട്, ബംഗ്ലാനുണ്ട്. GR ഇന്ദുഗോപന്റെ പടം കഴിഞ്ഞിട്ട് പറയാം. ഏതാ പടം കണ്ടു കഴിയുമ്പോഴത്തേനും അറിയാം GR ഇന്ദുഗോപന്റെ എഴുത്ത് എങ്ങനെ ഉണ്ടെന്ന്. കാരണം പുള്ളിക്കാരൻ ചെയ്തതിൽ ഇപ്പൊ പൊന്മാൻ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ പടങ്ങളും അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ല, വർക്കാവാത്ത പടങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അറിയില്ല. പുള്ളിയുടെ കയ്യിൽ നല്ല സംഭവമുണ്ട്, പക്ഷെ അത് സ്ക്രിപ്റ്റ് എഴുതുമ്പോഴത്തേക്കും ബുക്കിലേക്ക് എത്തുമ്പം അതെന്തോ അതിന്റെ പിന്നെ അതൊരു പടമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോഴും അതെ ചിലർക്ക് നോവൽ എഴുതുന്ന പോലെ തന്നെ ചിലർ സ്ക്രിപ്റ്റ് എഴുതും തോന്നുന്നത്. അപ്പോൾ എന്തായാലും വിലായത്ത് ബുദ്ധ അടുത്ത വെള്ളിയാഴ്ച ഉറപ്പായിട്ടും കാണുന്നതായിരിക്കും. അതെ ഡെഫിനറ്റ്ലി. അന്ന് നമുക്ക് മാരത്തോണാണ്, അതെ, മൂവി മാരത്തോൺ ഡേ ആണെന്ന്.